BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് വിദേശ ഘടകം IYC ഇന്റർനാഷണൽ ഗ്ലോബൽ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട കോട്ടയം സ്വദേശി ഫ്രെഡി ജോർജിനെ IYCC ബഹ്റൈൻ ദേശീയ കമ്മിറ്റി അഭിനന്ദിച്ചു. IYCC ബഹ്റൈന്റെ മുൻകാല പരിപാടികളിലടക്കം ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് വിദേശ ഘടകത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ഫ്രെഡി ജോർജിന്റെ നേതൃത്വത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യുവജന വിഭാഗത്തെ അന്തർദേശീയ തലത്തിൽ മികച്ച നിലയിൽ നയിക്കാൻ സാധിക്കും. എല്ലാവിധ ആശംസകളും നേരുന്നതായും ഭാരവാഹികൾ പത്രക്കുറിപ്പിൽ അറിയിച്ചു. മുൻ കേരള മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ലീഡർ കെ കരുണാകരൻ, മുൻ ഇന്ത്യൻ പാർലമെന്റ് അംഗം PT തോമസ് എന്നിവരുടെ ഓർമ്മദിന അനുസ്മരണം IYCC ബഹ്റൈൻ ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു. സഗിയ KC ഹാളിൽ നടന്ന പരിപാടി IYCC ദേശീയ വൈസ് പ്രസിഡന്റ് ഷംഷാദ് കാക്കൂറിന്റെ അധ്യക്ഷതയിൽ മുൻ ICRF ചെയർമാൻ ഡോക്ടർ PV ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ ലീഡർ കെ കരുണാകരനെ അനുസ്മരിച്ചുകൊണ്ട് ദേശീയ വൈസ് പ്രസിഡന്റ് അനസ് റഹീം പ്രഭാഷണം നടത്തി. മുൻ ദേശീയ പ്രസിഡന്റ് ഫാസിൽ വട്ടോളി PT തോമസിനെ അനുസ്മരിച്ച് സംസാരിച്ചു. കരുണാകരൻ, PT തോമസ് എന്നിവരുടെ പൊതുജീവിത മാത്രകൾ ഉൾക്കൊണ്ട് മുന്നോട്ടു പോവാനും അവരടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ കാണിച്ചു തന്ന നല്ല മാത്രകൾ പിൻപറ്റി പൊതുപ്രവർത്തനങ്ങൾ നടത്താനും ഓരോ IYCC പ്രവർത്തകരും മുന്നോട്ട് വരണമെന്ന് ചടങ്ങിൽ സദസ്സുമായി സംവദിച്ചുകൊണ്ട് IYCC ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് ആഹ്വാനം ചെയ്തു. ദേശീയ ജോയിന്റ് സെക്രട്ടറി രാജേഷ് പന്മന സ്വാഗതവും ദേശീയ ട്രഷറർ ബെൻസി ഗനിയുടെ നന്ദിയും പറഞ്ഞു. IYCC ബഹ്റൈൻ ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സഗിയ KC ഹാളിൽ വെച്ച് മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ മൻമോഹൻ സിംഗ് അനുസ്മരണം സംഘടിപ്പിച്ചു. IYCC ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ MCMA ബഹ്റൈൻ പ്രസിഡന്റ് സലാം മമ്പാട്ടുമൂല, പ്രതിഭ ബഹ്റൈൻ പ്രസിഡന്റ് ബിനു കുന്നിൽ, കുടുംബ സഹൃദയ വേദി പ്രസിഡന്റ് അജിത് കുമാർ, IYCC ബഹ്റൈൻ ദേശീയ ഭാരവാഹികളായ അനസ് റഹീം, രാജേഷ് പന്മന, റിച്ചി കളത്തുരേത്ത്, മുൻ പ്രസിഡന്റ് ബേസിൽ നെല്ലിമറ്റം, വിവിധ ഏരിയ പ്രസിഡന്റുമാരായ മണികണ്ഠൻ ചന്ദ്രോത്ത്, നവീൻ ചന്ദ്രൻ, ഷിജിൻ കുമാർ, അഷ്റഫ് എന്നിവർ യോഗത്തിൽ മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ച് സംസാരിച്ചു. ഇന്ത്യൻ സമ്പദ്ഘടന മെച്ചപ്പെടുത്താനും രാജ്യത്തെ ജനങ്ങളുടെ ദാരിദ്ര്യവും പട്ടിണിയും കുറച്ചുകൊണ്ടുവരാനും 72,000 കോടി ഇന്ത്യൻ കർഷകരുടെ കടബാധ്യതകൾ എഴുതിത്തള്ളലടക്കമുള്ള ജനോപകാര പദ്ധതികൾ നടപ്പിലാക്കാനും അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് സാധിച്ചു. തൊഴിലുറപ്പ് പദ്ധതി സാമ്പത്തിക മാന്ദ്യം ലോകം കീഴടക്കിയപ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ അധികം ബാധിക്കാത്ത ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ നല്ല നിലയിലാക്കി ഇന്ത്യയെ നയിക്കലടക്കമുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ സാമ്പത്തിക വിദഗ്ധനടിവരയിടുന്ന നിലയിൽ ഉള്ളതായിരുന്നുവെന്നും അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തിയവർ അഭിപ്രായപ്പെട്ടു. ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി തുടക്കം കുറിച്ച പരിപാടിയിൽ ദേശീയ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി സ്വാഗതവും ട്രഷറർ ബെൻസി ഗനിയുടെ നന്ദിയും അറിയിച്ചു. ബഹ്റൈൻ സെന്റ് പീറ്റേഴ്സ് ഇടവകയുടെ 2025 വർഷത്തേക്കുള്ള ഭരണസമിതി പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയുടെ മലങ്കര അഫയേഴ്സ് സെക്രട്ടറി അഭിവന്ദ്യ മാർക്കോസ് മോർ ക്രിസ്റ്റോഫറസ് മെത്രോപൊലീത്തയുടെയും ഇടവക വികാരി റവറന്റ് ഫാദർ ജോൺസൺ അച്ഛന്റെയും മഹനീയ സാന്നിധ്യത്തിൽ ജനുവരി 1 പുതുവത്സരത്തോടനുബന്ധിച്ച് നടന്ന വികാരി കുർബാനാനന്തരം അധികാരമേറ്റെടുത്തു. അഭിവന്ദ്യ മാർക്കോസ് മോർ ക്രിസ്റ്റോഫറോസ് തിരുമേനി, ബഹുമാനപ്പെട്ട ഇടവക വികാരി ജോൺസൺ അച്ഛൻ, സെക്രട്ടറി മനോജ് കോര, മുൻ സെക്രട്ടറി ആൻസൺ ഐസക് എന്നിവർ പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു. പ്രസിഡന്റ് റവറന്റ് ഫാദർ ജോൺസൺ, വൈസ് പ്രസിഡന്റായി ബെന്നി പി മാത്യു, സെക്രട്ടറി മനോജ് കോര, ട്രഷറർ ജെൻസൺ ജേക്കബ്, ജോയിന്റ് സെക്രട്ടറി എൽഡോ VK, ജോയിന്റ് ട്രഷറർ സാബു പൗലോസ്, കമ്മിറ്റി അംഗങ്ങളായ ബിജു തേലപ്പള്ളി, ജേക്കബ്, ലിജു K അലക്സ്, ജെയ്മോൻ തങ്കച്ചൻ, ലൗലി M ജോസഫ്, പിനുമോൻ കുര്യൻ, ജിനോ സക്കറിയ എക്സ് ഓഫീഷ്യോയായി ആൻസൺ എക്സക് എന്നിവരെ ചുമതലയേറ്റെടുത്തു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, മലയാളത്തിന്റെ ഇതിഹാസ സാഹിത്യകാരൻ MT വാസുദേവൻ നായർ എന്നിവരുടെ നിര്യാണത്തിൽ മുഹറക് മലയാളി സമാജം സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം നടത്തി. സാഹിത്യവേദി കോർഡിനേറ്റർ അൻവർ നിലമ്പൂരിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഉപദേശക സമിതി ചെയർമാനും സാഹിത്യവേദി കോർഡിനേറ്ററുമായ ലത്തീഫ് കോളിക്കൽ സ്വാഗത പ്രസംഗം നടത്തി. മുഹറക് മലയാളി സമാജം പ്രസിഡന്റ് അനസ് റഹീം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തകൻ EV രാജീവൻ മൻമോഹൻ സിംഗിനെയും MTയെയും അനുസ്മരിച്ച് പ്രഭാഷണം നടത്തി. MCMA പ്രസിഡന്റ് സലാം മമ്പാട്ടുമൂല, IYCC മുഹറക് ഏരിയ പ്രസിഡന്റ് മണികണ്ഠൻ ചന്ദ്രോത്ത്, KMCC മുഹറക് ഏരിയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഷഫീഖ് യൂസഫ്, സംസ്കൃതി മുഹറക് ഏരിയ സെക്രട്ടറി ജിജിൻ വെങ്ങിലങ്ങാട്, പ്രതിഭ മുഹറക് പ്രതിനിധി സജീവൻ വടകര, പ്രിയദർശിനി ബുക്സ് പ്രതിനിധി അബ്ദുൽ സലാം, വോയിസ് ഓഫ് ആലപ്പി ഏരിയ പ്രസിഡന്റ് ഗോകുൽ കൃഷ്ണൻ, MMS വൈസ് പ്രസിഡന്റുമാരായ ദിവ്യ പ്രമോദ്, അബ്ദുൽ മൻഷീർ, മുൻ പ്രസിഡന്റ് ഷിഹാബ് കറുകപുത്തൂർ എന്നിവർ അനുസ്മരിച്ച് സംസാരിച്ചു. വനിതാവേദി ജോയിന്റ് കൺവീനർ ഷീന നൌസൽ നന്ദി രേഖപ്പെടുത്തി.
കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും സമുന്നത നേതാവായിരുന്ന കാനം രാജേന്ദ്രന്റെ 1-ാം ചരമവാർഷിക അനുസ്മരണം ബഹ്റൈൻ നവകേരള നടത്തി. മുന്നണി സംവിധാനത്തിൽ പ്രവർത്തിക്കുമ്പോഴും നിലപാടുകളിൽ വെള്ളം ചേർക്കാതെ ജനപക്ഷത്ത് നിന്ന് സംസാരിച്ചിരുന്ന നേതാവായിരുന്നു അദ്ദേഹമെന്ന് മുഖ്യപ്രഭാഷകൻ ബഹ്റൈൻ നവകേരള കോർഡിനേഷൻ സെക്രട്ടറിയും ലോക കേരള സഭാംഗവുമായ ഷാജി മൂതല പറഞ്ഞു. നവകേരള കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങൾ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി എല്ലാവരും കാനത്തെ അനുസ്മരിച്ചു. ബഹ്റൈൻ നവകേരള പ്രസിഡന്റ് NK ജയന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ മനാമ മേഖല രക്ഷാധികാരി അസീസി ഏഴംകുളം സ്വാഗതവും പ്രസിഡന്റ് അജിത് ഖാൻ നന്ദിയും രേഖപ്പെടുത്തി. ഓർമ്മയിലെ MT രചനകളിലൂടെ എന്ന പേരിൽ പ്രിയദർശിനി പബ്ലിക്കേഷൻ ബഹ്റൈൻ ഘടകം ചർച്ച സംഘടിപ്പിക്കുന്നു. മലയാള സാഹിത്യ കുലപതി MT വാസുദേവൻ നായരുടെ രചനകളെ ബഹ്റൈനിലെ സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ ഓർത്തെടുക്കുന്ന ചടങ്ങ് വൈകിട്ട് 7:30 സെഗയിലുള്ള OSSC ഓഫീസിൽ വെച്ചാണ് നടക്കുന്നത്. പരിപാടിയിലേക്ക് ഇവരെയും ക്ഷണിക്കുന്നതായും പ്രിയദർശിനി പബ്ലിക്കേഷൻ ബഹ്റൈൻ കോർഡിനേറ്റർ സയ്യിദ് MS അക്കാദമിക് കൗൺസിലർ അംഗം സൽമാനുൽ ഫാരിസ് എന്നിവർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ചൈനയിലെ ഹ്യൂമൻ മെറ്റാപ്പ് ന്യൂമോ വൈറസ് വ്യാപനത്തിൽ ഇന്ത്യക്കാർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഇന്ത്യൻ ആരോഗ്യ ഏജൻസിയായ ഹെൽത്ത് സർവീസസ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്ഥിതിഗതികൾ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് ഡോക്ടർ അദൽ ജോയൽ അറിയിച്ചു. ഹ്യൂമൻ മെറ്റാപ്പ് ന്യൂമോ വൈറസിന് ആന്റിവൈറൽ ചികിത്സകളൊന്നും നിലവിൽ ലഭ്യമല്ലെങ്കിലും എല്ലാ ശ്വാസ സംബന്ധിയായ രോഗങ്ങളും തടയാനുള്ള പൊതുമാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കാനാണ് ചൈനയും ആലോചിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരി തെളിഞ്ഞു. 1-ാം വേദിയായ MT നിളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷനായി. മന്ത്രിമാരായ GR അനിൽ, K രാജേന്ദ്രൻ, AK ശശീന്ദ്രൻ, വീണ ജോർജ്, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, മേയർ ആര്യ രാജേന്ദ്രൻ, കളക്ടർ അനുകുമാരി, MLA-മാർ, MP-മാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. അനധികൃത നിർമ്മാണം പൊളിക്കുന്നതിന് മുൻപായി സുപ്രീം കോടതി നിർദ്ദേശിച്ച നടപടിക്രമം പാലിച്ചില്ലെങ്കിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരോ സ്വന്തം ചിലവിൽ പുനർനിർമ്മാണം നടത്തേണ്ടി വരുമെന്ന് സർക്കാർ ഉത്തരവ്. പൊളിക്കുന്നതിന് മുൻപ് നടപടിക്രമം പാലിക്കണമെന്ന 2024 നവംബർ 13 സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിലാണ് നിർദ്ദേശമുള്ളത്. പുനർനിർമ്മാണം മാത്രമല്ല, ഉടമകൾക്ക് നഷ്ടപരിഹാരം കൂടി ഉദ്യോഗസ്ഥർ സ്വന്തം ചിലവിൽ നൽകേണ്ടി വരുമെന്നും ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. പൊളിക്കലിനെതിരെ നിയമ നടപടിക്ക് പോവുകയാണെങ്കിൽ പരമാവധി 15 ദിവസത്തെ സ്റ്റേ അനുവദിക്കാം. ഈ സമയപരിധിക്കകത്തു നിന്ന് അനധികൃത നിർമ്മാണം ഉടമസ്ഥന് പൊളിച്ചു നീക്കാം. പിന്നീട് സ്റ്റേ അനുവദിക്കാനാകില്ല. ഉടമസ്ഥന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാതെ പൊളിക്കൽ നടപടി സ്വീകരിക്കരുത്. നടപടിക്ക് 15 ദിവസം മുൻപെങ്കിലും നോട്ടീസ് നൽകിയിരിക്കണം. നോട്ടീസ് നൽകിയാൽ അക്കാര്യം ജില്ലാ കളക്ടറെ അറിയിച്ചിരിക്കണം. 1 മാസത്തിനകം ഇത് സംബന്ധിച്ച കാര്യങ്ങൾ നോഡൽ ഓഫീസറെ ചുമതലപ്പെടുത്തുകയും ഇമെയിൽ ID തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറുകയും വേണം. കാരണം കാണിക്കൽ നോട്ടീസിൽ അനധികൃത നിർമ്മാണമാണെന്ന് തെളിയിക്കുന്ന വിദേശ രേഖകൾ ചേർക്കുകയും നടപടി നേരിടുന്നയാളുമായി കൂടിക്കാഴ്ച നടത്തി ബന്ധപ്പെട്ട അധികാരികൾക്ക് വിശദീകരണം കേൾക്കുകയും വേണം. ആ ഹിയറിംഗിൽ വിശദാംശങ്ങൾ മിനിറ്റ്സിൽ രേഖപ്പെടുത്തണം. നടപടി നേരിട്ടയാളുടെ വിശദീകരണം എന്തുകൊണ്ട് തള്ളിയെന്ന് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവിൽ വ്യക്തമാക്കുകയും വേണം. ഭാഗികമായി പൊളിക്കണമെന്നാണ് ഉത്തരവെങ്കിൽ അക്കാര്യം വ്യക്തമാക്കുകയും പൊളിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് ഉറപ്പുവരുത്തുകയും വേണം. പൊളിക്കലിന് മുൻപ് വിശദമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കണം. പൊളിക്കുന്നത് വീഡിയോയിൽ ചിത്രീകരിക്കണം. പോലീസിന്റെ സാന്നിധ്യം ഉറപ്പാക്കണം. വീഡിയോ പരിശോധനാ റിപ്പോർട്ട് എന്നിവ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് ഇമെയിൽ വഴി കൈമാറുകയും വേണം. പൊതുയിടത്തിലോ നടപ്പാതയിലോ ചവിട്ടുപടികളിലോ തണ്ണീർത്തടത്തിലോ ഉള്ള പൊളിക്കൽ നടപടികൾക്ക് ഇവ ബാധകമല്ല. 3 മാസത്തിനകം തദ്ദേശ സ്ഥാപനങ്ങൾ അനധികൃത നിർമ്മാണങ്ങൾ സംബന്ധിച്ചും അതിനെതിരെ സ്വീകരിച്ച നടപടി സംബന്ധിച്ചും വിശദമാക്കി ഡിജിറ്റൽ പോർട്ടൽ തുടങ്ങുകയും വിവരം പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുകയും വേണം. മതിയായ അറിയിപ്പ് നൽകാത്ത നിരവധി അധികാരികൾ പൊളിക്കൽ നടത്തിയെന്നാരോപിച്ച് നിരവധി ഹർജികൾ സമർപ്പിക്കപ്പെട്ട പശ്ചാത്തലത്തിലായിരുന്നു സുപ്രീം കോടതി സംസ്ഥാനങ്ങളോട് മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കാൻ ആവശ്യപ്പെട്ടത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.